Hey my beautiful, welcome back to my Pups channel. A very important message, a very special message for you about your relationship. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ, ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. സ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേരുന്ന ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആളുകളായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് സഡൻ ആയിട്ടായിരിക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുക, അല്ലെ? ഒരു ബ്രേക്ക് ത്രൂ സിറ്റുവേഷനിലൊക്കെ പോലെ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്നതും പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോം ചെയ്യുന്നത് വളരെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ സിംഗിൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കുറെ കാലമായിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതോ, നിങ്ങൾ വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസ് എന്നായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരുമിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഇവന്റിന്റെ ഭാഗമൊക്കെ ആവുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ടാലന്റിന്റെ ഭാഗമായിട്ട്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ പോകുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ സ്കില്ല് പഠിക്കാൻ പോകുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരേ പാഷൻ, ഒരേ ഇഷ്ടങ്ങൾ, ഒരേ താല്പര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതായിരിക്കും നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ സർവീസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇതുവരെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റം, ഇങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, അതായത് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാനും നിങ്ങൾ അതുവരെ സെറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു മാസ്കുലിൻ, നിങ്ങളുടെ ഫെമിനിൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് റൈറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യണം. എസ്പെഷ്യലി ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ഒരു മാൻ ഫിഗർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സോ ഈ വ്യക്തിയുടെ ലൈഫിലും നിങ്ങളുടെ മേലെ അവർ കാണുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ആസ് എ പാർട്ട്ണർ. സോ നിങ്ങളുടെ ഒരുപാട് അട്രാക്റ്റഡ് ആക്കുന്ന ചില കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങളായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിലായിരിക്കും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അതാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു കാരണം. അവരുടെ ലൈഫിൽ ഒരു റിയൽ പാർട്ട്ണർ ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ അങ്ങനത്തെ ഒരു ക്വാളിറ്റി കാണുന്നത് കൊണ്ടാണ് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്. ഇത് പ്രോബബ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. പ്രോബബ്ലി ഇത് നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ്. ഓക്കെ, സോ മാരേജ് സംഭവിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ഒരു മാരേജ് പാർട്ട്ണറെ ആയിരിക്കാം മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് ഒരുമിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും ദിസ് ഇസ് സംതിങ് ലൈക്ക് യു ക്യാൻ ഗീവ് ആൻഡ് റിസീവ് സംതിങ് റൈറ്റ് ഫ്രം യുവർ റൈറ്റ് പാർട്ട്ണർ. അങ്ങനത്തെ ഒരു നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സെർവ് ചെയ്യാനും തോന്നും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലെറ്റ്സ് സീ ഹു ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലൈഫ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ മെൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ വരിക, ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ചില മീറ്റിങ്ങിന്റെ ഒരു
ഇതുപോലത്തെ ഒരു റീകണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരാം. പ്രോബബ്ലി നിങ്ങളൊരു മാരേജിലേക്ക് അത് ലീഡ് ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആയിരിക്കാം. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു പുതിയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് കൈൻഡ് ഓഫ് യൂണിയൻ. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക, പ്രോബബ്ലി അത് നിങ്ങൾ മാരേജിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, കമ്മിറ്റ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഇത് നിങ്ങളൊരു സമയത്ത് ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും വ്യക്തിയുടെ മേലെ ഗിവ് അപ്പ് ചെയ്തിട്ട് ആ വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതല്ല, പല എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. ഓക്കെ, സോ ഇതൊരു കൈൻഡ് ഓഫ് ടീം വർക്ക് പോലെയാണ്. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരുമിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. സി ലൈക്ക് how you feel like when you meet someone who's very happy with you. സോ നിങ്ങളുടെ പ്രസൻസിൽ ഒരുപാട് ആ വ്യക്തി സന്തോഷമായിട്ടിരിക്കുക, നിങ്ങളുടെ കമ്പനി ഒരുപാട് സന്തോഷിക്കുന്ന ഒരു, ആക്ച്വലി നിങ്ങൾ ആയിട്ടൊരു ഫാമിലി ഒക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺവെർസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി. ഓക്കെ, സോ അതായത് പല കാര്യങ്ങളും സംസാരിക്കാനും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മിസ് ആയിട്ടുണ്ടായിരിക്കും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുക. പലപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പിൽ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഒരു ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുക, വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളത്, ആ വ്യക്തി നിങ്ങളുടെ മേലെ കാണുന്ന ചില എക്സ്പെക്ടേഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് വളരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. Let's take one more message. What you need to know about the situation. What you need to know about the situation, who's coming towards you. Okay. സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരിക, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ഗ്രോത്ത് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ പോകുന്നത് അത് ഒരു ലോങ് ടേമിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങളൊരു ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പല പ്ലേസിൽ നിന്നും നിങ്ങൾ ഫ്രീ ആക്കി കൊണ്ടുവരാനായിരിക്കാം. നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിൽ ഒരുപാട് എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. സോ അതായിരിക്കാം ഈ വ്യക്തിയെ ഒരുപാട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ പറ്റി പറയേണ്ടത് നിങ്ങളുടെ അടുത്ത് വെറുതെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്നുള്ളതല്ല ഈ വ്യക്തിയുടെ ഒരു ഇന്റൻഷൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അട്രാക്ഷൻ തോന്നി അത് വന്ന് പോകുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനും അല്ല. ഇതൊരു വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇത് പ്രോബബ്ലി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകുന്ന പാർട്ട്ണറാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്, ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കാൻ പോകുന്ന വ്യക്തിയാണ്. സിംഗിൾ ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓൾറെഡി നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് റൊമാൻറ്റിക് ലൈഫിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ആയിരിക്കാം നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ നിങ്ങളായിട്ട് അത് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങളത് നാച്ചുറലി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ നിൽക്കാൻ ശ്രമിക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഹോപ്പ് വിടേണ്ട കാര്യമില്ല.
എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ റൈറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്നുള്ളതല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ റൈറ്റ് മാൻ, നിങ്ങളുടെ റൈറ്റ് വുമൻ. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആവും. ഈ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങളെ കെയർ ചെയ്യുന്നത്, നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഒരുപാട് കോൺവെർസേഷൻ കൊണ്ട് നിങ്ങൾ ഒരുപാട് മനസ്സിന് സമാധാനം, മനസ്സ് നിറയുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവാം. ഓക്കെ, സോ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട്, ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, സോ ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കട്ടെ. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ.